അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മൾ ലിസാനുൽ ഖുർആൻ എന്ന രണ്ടാമത്തെ സ്റ്റാൻഡേർഡിലെ വിഷയത്തിലാണ് വന്നിട്ടുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. വിശുദ്ധ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഏതൊരാൾക്കും പഠിക്കേണ്ട ഒരു പുസ്തകമാണ് ലിസാനുൽ ഖുർആൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന വിഷയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കണം, നല്ലതാണ്. ഇതാണ് ചുരുക്കം. ഇവിടെ ഉദാഹരണങ്ങൾ വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ആദ്യത്തെ ദുആ ആണ്. രണ്ടാമത്തത് ലമി അനദാരിസുൻ എന്ന് പറയുന്ന ഉദാഹരണം വെച്ചിട്ടുള്ള ഒരു പാഠാണ്. ലമീറുൽ മുൻഫസിൽ മുത്തക്കല്ലിമുൽ മുഫ്രിദ്, ഞാൻ എന്ന് അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പദങ്ങൾ ഏതൊക്കെയാണ്? അനയാണ്. ഹാദാ ബൈത്തുൻ, അടുത്തുള്ള ഒരു കാര്യം. ഇത് ഒരു പെന്നാണ്, ഇതൊരു വീടാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇഷാറത്താണ് അഥവാ കാര്യമാണ് ആദ എന്നുള്ളത്. അതിനെക്കുറിച്ചാണ് അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത്. മൂന്നാമത്തത് അൻത ഇബിനുൻ. അൻത എന്ന് പറയുന്നത് അതൊരു ലമീറാണ്. ഇപ്പോ ഞാൻ എന്ന് പറയുന്നത് വേറൊരാൾ പറയും, രണ്ടാമതൊരാൾ പറയാണ് നീ എന്നുള്ളത്. നീ എങ്ങനെയാണ്, എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയണം അൻത എന്ന വേർഡിലൂടെ. അൻത, അൻത. ഇനി മാഹാദ എന്ന നാലാമത്തെ പാഠം എന്താ വെച്ചാല് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേർഡുകളാണ് മാഹാദ, മാ, മാ, മൻ എന്നൊക്കെ. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്ന ഒരു പാഠം. അടുത്തത് രണ്ടാമത്തെ ഒരു ഘട്ടം ദൂരത്തുള്ള, നേരത്തെ പറഞ്ഞു അടുത്തുള്ളതിനെ കുറിച്ച് പറയാൻ ഹാദ എന്ന് ഉപയോഗിക്കും. ദൂരത്തുള്ളതിനെ കുറിച്ച് ദാലിക എന്നുള്ളത് ഉപയോഗിക്കും. ദാലിക, ദാലിക, തിൽക്ക എന്നൊക്കെ. അപ്പൊ അതിനെ കുറിച്ചിട്ട് പറയുന്ന കുറച്ച് പാഠങ്ങളാണ്. അടുത്തത് ഹുറൂഫുൽ ജറിന്. ഉദാഹരണത്തിൽ ജൈബി കലമുൻ, സ്വന്തമായിട്ടൊരു അർത്ഥമില്ല ഈ ഫീക്കൊക്കെ അലക്കൊക്കെ സ്വന്തമല്ല, എന്നാൽ ഒരാളെ കൂടെ ഒരു വീടിന്റെ കൂടെ കൂടുന്ന സമയത്ത് അതിന് അർത്ഥം കിട്ടി. കണ്ടാ, ഫി എന്ന് പറഞ്ഞ ഇൽ എന്നാണ്, അതിന് സ്വന്തമായിട്ട് അർത്ഥമില്ല. ഫിൽ ജൈബി കീശയിൽ ഉണ്ട് എന്ത്, കലമുൻ, പെണ്ണുണ്ട്. അടുത്തത് ഹുറൂഫുൽ ഇസ്തിഫ്ഹാം എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കാൻ വേണ്ടി. ഐന, എവിടെ. നേരത്തെ നമ്മൾ മാ എന്ന് ചോദിച്ചു, അതേപോലെയുള്ള ഒരു ചോദ്യമാണ് ഐന, എവിടെ. ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡുകളാണ്. ഇനി മൂന്നാമത്തെ ഒരു ഘട്ടം, യാ എങ്ങനെയാണ് സംസാരത്തിൽ ഉപയോഗിക്കുക. യാ കണ്ടോ, അള്ളാഹു റബ്ബി എന്നുള്ളതിന് ശേഷം യാ കൊടുത്ത് എന്റെ റബ്ബ്. നോക്ക്, എന്റേത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് യാ എങ്ങനെ ഉപയോഗിക്കുക. എന്റേത് എന്ന് പറയാൻ അനായാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പൊ യാഇനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്റേത് എന്ന്. ഇതൊക്കെ ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഇന്ദി കലമുൻ വാഹിദുൻ, എണ്ണം പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് വാഹിദ്, സലാസ, അർബഅ. അതിനെ കുറിച്ചുള്ള പാഠാണ്. അടുത്തത് പേരുകൾ പറയാൻ വേണ്ടിയിട്ട് ഒരു പേര്. ഇപ്പൊ ഉദാഹരണം ഇസ്മി ജാസിമിൻ, എന്റെ പേര് ജാസിം എന്നാണ്. പേരുകൾ പറയേണ്ടത് നമ്മളെ സ്വയം അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്ന ഒരു പാഠാണ്. അപ്പൊ ഇതാണ് മൊത്തത്തിൽ ചുരുക്കം. സ്വയത്തെ കുറിച്ച് പറയാം, വേറൊരാളെ കുറിച്ച് പറയാം, അടുത്തുള്ളതിനെ കുറിച്ച് പറയാം, ദൂരമുള്ളതിനെ കുറിച്ച് പറയാം, ചോദ്യങ്ങൾ ചോദിക്കുക. ഇതിനൊക്കെ കുറിച്ചിട്ട് അക്ഷരങ്ങളെ കുറിച്ച്, എണ്ണത്തെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ പാഠം നമ്മൾ ഉപയോഗിക്കുന്നത്. പാഠം നമുക്ക് ഓതല്ലേ. റബ്ബി റബ്ബി യാ റഹ്മാൻ യസ്സിർ ദർസി യാ മന്നാൻ ഇംല ഖൽബി ബിൽ ഈമാൻ ഇശ്റഹ് സദ്രി ബിൽ ഖുർആൻ വഫിഖ് ദൗമൻ ലിൽ ഇർഫാൻ ലുഗ്തല്ലാഹി വൽ ഖുർആൻ റബ്ബി റബ്ബി യാ റഹ്മാൻ സിദ്നി ഇൽമൻ യാ മന്നാൻ. എന്താ വെച്ചാല് അല്ലാഹുവേ എനിക്ക് അറിവ് നൽകണേ, നിന്റെ അനുഗ്രഹം ഉണ്ടാവണേ, എന്റെ ഹൃദയത്തിൽ നീ പ്രകാശം പൂരിതമാക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന. വഹദത്തു അൽ ഊല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നേരിട്ടിട്ട് ഞാൻ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കാം. ഞാൻ, ഓക്കെ. അനദാരിസുൻ, ഉദാഹരണം അന കണ്ട, അന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ്. ഉദാഹരണം അന അർണബുൻ, ഞാനൊരു മുയലാണ്. അന അനാനസുൻ, ഞാനൊരു പൈനാപ്പിളാണ്.
അന മൗസു ഞാൻ പഴാണ്. അന സിഞ്ചാറ് ഞാൻ അണ്ണാനാണ്. അന ഉസ്താദ് ഞാൻ ഉസ്താദാണ്. അന ദാരിസ് ഞാൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി. അന ദാരിസ് ഞാൻ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അന സഹ്റത്തുൻ ഞാനൊരു പുഷ്പമാണ് എന്ന് അന എന്ന് ചേർത്തിട്ട് പറയാം. നേരിട്ട് ഞാൻ എന്ന് പറയും. ഉദാഹരണം നോക്കാം. അന ബാസിമുൻ, അന ലുബ്നത്തുൻ, അന ദാരിസുൻ, അന ദാരിസത്തുൻ. നമുക്ക് എഴുതിയാക്കിയാലോ. അന അർണബുൻ, അന സിഞ്ചാനുൻ, അന മൗസുൻ, അന അനാനസുൻ. ഖുറാനിൽ നോക്കി. വ അന മിനൽ മുസ്ലിം ഞാനൊരു മുസ്ലിമാണ്. വലാ അന ആബിദുൻ മാ അബത്തുൻ അബത്തുൻ വലാ അന ആബിദുൻ ഞാൻ അടിമയല്ലാതെ മറ്റൊരു നിന്റെ ആരാധിക്കുന്ന ഒരു അടിമയല്ലാതെ മറ്റൊരാരുമല്ല. അന എന്നുള്ള വേർഡിനെയാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. അടുത്തത് കുറച്ച് അടുത്തുള്ള കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. ആദാ ബൈത്തുൻ അതൊരു വീടാണ്. ഇതൊരു വീടാണ്. ആദാ ഇബിനുൻ ഇതൊരു മകനാണ്. ഇതൊരു മകളാണ്. ഇതൊരു കോഴിയാണ്. ആദാ ദീക്കുൻ ആദാ ദജ ഇതൊരു പെടക്കോഴിയാണ്. ആദാ ബൈത്തുൻ ഇതൊരു വീടാണ്. ഇതൊരു പശുവാണ്. ആദാ ബക്കറത്തുൻ. മനസ്സിലായ? പെണ്ണാണെന്നുണ്ടെങ്കിൽ ഹാദിഹി, പെണ്ണല്ലെങ്കിൽ ആദ. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്കിത് വായിച്ചാലോ. ഹാദാ ബാബുൻ ഇതൊരു വീടാണ്. ഹാദിഹി ഷജറത്തുൻ ഇതൊരു മരമാണ്. അപ്പൊ ഇത് താഴെ കണ്ടില്ല ഇവിടെ. ഇവിടെ മുഅന്നത്ത് ആയതുകൊണ്ട്, ഇത് സ്ത്രീലിംഗ ആയതുകൊണ്ടാണ് ഇവിടെ ഹാദി വന്നത്. കുർസി ഹാദ, ഹാദാ കുർസിയും ഇവിടെ താഴ് വന്നുകൊണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കലി മുഅന്നത്തിന് വന്നു ഹാദിഹി. ഇത് സാഹചര്യത്തിനനുസരിച്ച് മനസ്സിലാക്കണം. ഇത് വായിക്കണേ. ഹാദിഹി ബക്കറത്തുൻ ഇതൊരു പശുവാണ്. ആദാ ദീക്കുൻ ഇതൊരു കോഴിയാണ്. ആദിഹി സഹറത്തുൻ ഇതൊരു പൂവാണ്. ആദാ സിഞ്ചാ ആദാ സിഞ്ചാബുൻ ആദിഹി സിഞ്ചാബ് ആദാ സിഞ്ചാബുൻ ഇതൊരു അണ്ണാറക്കണ്ണനാണ്. ഇന്ന ഹാദിഹി തദിക്കറ ഇവിടെ കണ്ടോ ഹാദിഹി ഒന്ന്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്തി അള്ളാഹുവിന്റെ വീട്ടിൽ ലഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്തി ഈ വീട്ടിൽ നിങ്ങൾ ആരാധിക്കുക. മനസ്സിലായോ? ആദാ എന്നുള്ളത് ഹാദിഹി എന്നുള്ളത് ഇവിടെ എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അടുത്തുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയാം. ഇതിന്റെ ഉദാഹരണങ്ങൾ നിങ്ങൾ പഠിച്ചില്ലേ? ഇത് മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി. അടുത്തത് അൻത നിങ്ങളെ കുറിച്ചിട്ട് ഒരാൾ പറയാം. നീ എന്ന് പറയുന്നു. നേരത്തെ ഞാൻ എന്ന് പറഞ്ഞു, അടുത്ത് നീ എന്ന് പറഞ്ഞു. ഉദാഹരണം അന ബിൻതുൻ ഞാനൊരു പെൺകുട്ടിയാണ്. അൻത ഇബിനുൻ നീ ഒരു മോനാണ്, ആൺകുട്ടിയാണ്. അന ഇബിനുൻ അൻതി ബിൻതുൻ പെൺകുട്ടിയാണെങ്കിൽ അൻതി. ഉദാഹരണം അന ഉസ്താദ് ഞാനൊരു ഉസ്താദാണ്. അൻത ഇബിനുൻ നീ ഒരു ആൺകുട്ടിയാണ്. അൻതി ബിൻതുൻ അവിടെ പെൺകുട്ടി ആയതുകൊണ്ട് അൻതി കൊടുത്താണ് കേട്ടോ. അത് വഴി ഞങ്ങൾ പഠിക്കും. ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന അൻത അൻതുമ അൻതും അൻതി അൻതുമ അൻതുന്ന ലമീറുകളുണ്ട്. അന നഹ്നു ഈ ലമീറുകൾ പഠിക്കണം, നല്ലതാണ്. നീ എന്നും ഉത്ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് പാടില്ല. ഹാദാ ഇബ്നി ഹാദിഹി ബിൻതി ഹാദാ ജദ്ദി ഹാദിഹി ഉമ്മി അൻത അബതി അൻതി ഉമ്മി അൻത നൂരി അൻതി സിരി. മനസ്സിലായോ നിങ്ങൾക്ക്? പെണ്ണാണെങ്കിൽ ഹാദിഹി, പെണ്ണല്ലെങ്കിൽ ഹാദാ. നേരിട്ടിട്ടാണെങ്കിൽ അൻത എന്നുള്ള ആണ്, അൻതി എന്നുള്ളത് പെണ്ണ്. അൻത ഇബിനുൻ കണ്ട അൻതി ബിൻതുൻ. അൻത ഉസ്താദുൻ അൻതി ദാരിസത്തുൻ. ഓക്കെ, ഇത് പെണ്ണാണ്. നിങ്ങൾ ഇവിടെ ലാസ്റ്റത്തെ താവ് നോക്കിയാൽ മതി. അങ്ങനെ അനുസരിച്ച് അപ്പൊ നിങ്ങൾക്ക് അൻത അന ഇട്ട് കൊടുക്കുക, അൻത ഇട്ട് കൊടുക്കുക. നക്റോമിനൽക്കു ഫദക്കിർ ഇന്നമാ അൻത മുദക്കിറുൻ അൻതൽ അലീമുൽ ഹകീം. അലീം എന്നുള്ളത് മുഅന്നത്താണ്, അതുകൊണ്ട് സോറി മുദക്കറാണ്. ഓക്കെ, അൻതയും അൻതി മനസ്സിലായില്ല. പെണ്ണാണെങ്കിൽ അൻതി, പെണ്ണല്ല ആണാണെങ്കിൽ അൻത. മഹാദ അടുത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡുകളാണ് ബാ.
അടുത്ത ചോദിച്ചാൽ നമുക്ക് മാ ഹാദ ഇതെന്താണ്? ആദാ മാഞ്ച ഇതൊരു മാങ്ങയാണ്. മാ ഹാദിഹി ഇതെന്താണ്? ഹാദിഹി ഹിറത്തുൻ ഒരു പൂച്ചയാണ്. ഹിറത്ത് കണ്ട മോനത്ത് ആയതുകൊണ്ടാണ് ഹാദിഹി ഇട്ട് കൊടുത്തത്. മാ ഹാദ മൻ ഹാദ ഇതാരാണ്? മായുണ്ട് മണ്ണുണ്ട്. മാ ചോദിക്കാം, മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൻ. മായും ചോദിക്കാം, ജീവനുള്ളതാണെങ്കിൽ മഞ്ഞ്, ജീവനില്ലാത്താണെങ്കിൽ മാ. ഓക്കെ. ഹാദാ ബാസിമൻ മൻ ഹാദിഹി ഹാദിഹി ലുബിനത്തുൻ കണ്ട പെണ്ണായതുകൊണ്ട്. അയ്യാനൊക്കെ നമുക്കൊന്ന് വായിച്ചാൽ ഹാദാ കലമുൻ. അപ്പൊ ചോദിക്കാം മാ ഹാദ ഹാദാ അഹി മൻ ഹാദ ഹാദിഹി സഹറത്തുൻ മാ ഹാദിഹി ഹാദിഹി ഉഖ്തി മൻ ഹാദിഹി. പെണ്ണായതുകൊണ്ട് നമ്മള് ഹാദിഹി എന്ന് കൊടുത്താണ്, ഹാദിഹി എന്ന് കൊടുത്തത് കേട്ടാ. ഇത് ജീവനില്ലാത്തത് കൊണ്ട് മാ, ജീവനുള്ളത് കൊണ്ട് മൻ. ഈ രീതിയിൽ മനസ്സിലാവേണ്ട നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പൊ ഞാൻ ചുരുക്കത്തിൽ പറയാം, മാ എന്നുള്ളത് ജീവനില്ലാത്തതിന് നമ്മൾ ഉപയോഗിക്കുന്ന ചോദ്യമാണ്. മൻ എന്നുള്ളത് ജീവനുള്ളതിന്റെ ചോദ്യമാണ്. നസ്അലു വനജീബു കമാ ഫിൽ മിസാൽ. മാ ഹാദാ ഹാദാ കിതാബുൻ. മൻ ഹാദാ ഹാദാ ഇബ്നുൻ. മാ ഹാദിഹി ഹാദിഹി ഹിറത്തുൻ. മൻ ഹാദിഹി ഹാദിഹി ബിൻതുൻ. മനസ്സിലായോ? അൽ ഖാരിഅത്തു മൽ ഖാരിയ, അൽ ഖാരിഅത്തു മൽ ഖാരിയ. കേട്ടോ, ഖുർആൻ ചോദിച്ചു മൽ ഖാരിയ. മൻ ഫഅല ഹാദാ ബി ആലിഹത്തിന. എവിടെ? മൻ ഫഅല. കണ്ടാ, മൻ ഫഅല ആരാണ് ചെയ്തത്? അൽ വഹദത്തു സാനിയ. ഇനി അടുത്തുള്ള കുറച്ച് ദൂരത്തുള്ളതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആലിക്ക ബുർത്തുക്കാലുൻ ഇത് ഒരു ഓറഞ്ച് ആണ്, ഓറഞ്ചുകളാണ്. ദാലിക്ക ബുർത്തുക്കാല അത് ഓറഞ്ചാണ്. ഉണ്ടാ. തിൽക്ക തുഫാഹത്ത് ഇത് പെണ്ണാണെന്നുണ്ടെങ്കിൽ, സ്ത്രീലിംഗ ആണെന്നുണ്ടെങ്കിൽ തിൽക്ക ചേർക്കണം. പുല്ലിംഗ ആണെന്നുണ്ടെങ്കിൽ ദാലിക്ക ചേർക്കണം. കുറച്ച് ദൂരത്തിന്. തുഫാഹത്തുൻ എന്താ? തുഫാഹത്ത് ആപ്പിള്. ദാലിക്ക ബാമിയൻ വെണ്ടക്കയാണ്, അത് വെണ്ടക്കയാണ്. തിൽക്ക ബിത്തീഹത്തുൻ ഇത് അത് വാട്ടർ മിലനാണ്, അതിലാണ്. തിൽക്ക ദാലിക്ക അത് എന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരത്തുള്ളത്. മാ ദാലിക്ക ആദ്യം നോക്കേണ്ടത് ഇത് പുരുഷനാണോ, ഇത് പുല്ലിംഗാണോ, ഇത് ഇത് മറ്റേ കോഴിയാണ്, ചേക്കോഴിയാണ്. ദാലിക്ക ദീക്കുൻ. മാ തിൽക്ക തിൽക്ക ദജാജത്തുൻ. മൻ ദാലിക്ക ഇതാണ്. കണ്ട, മാ എന്നുള്ളത് നമ്മള് മൻ ദാലിക്ക ഇതാരാ? ദാലിക്ക ഇബ്നുൻ. മൻ തിൽക്ക തിൽക്ക ബിൻതുൻ. മനസ്സിലായി നമുക്ക്? ഇനി നോക്കിയാൽ നമുക്ക് മൻ തിൽക്ക ഇതാരാണ്? തിൽക്ക ദാരിസത്തുൻ. മൻ ഹാദ മൻ ദാലിക്ക സോറി മൻ ദാലിക്ക ദാലിക്ക ഇബ്നുൻ ദാരിസുൻ. മാ ദാലിക്ക ഇതെന്താണെന്ന് ചോദിച്ചു. മാ ദാലിക്ക ദാലിക്ക ബാമിയൻ. മാ തിൽക്ക തിൽക്ക ബിത്തിഖതൻ അല്ല ബിത്തിഖല്ലേ. ദാലിക്ക ഫദ്ലുല്ലാഹി അല്ല ദാലിക്ക അത്. വമാ തിൽക്ക അല്ല തിൽക്ക കൊടുത്തു, ദാലിക്ക കൊടുത്തു. ഇത് യമീനി എന്നുള്ളത് യമീനിക്ക എന്നുള്ളത് മുന്നത്തായിട്ടാണ്. ദാലിക്ക ഫദ്ല് എന്നുള്ളത് മുദക്കറായിട്ടാണ് അഥവാ ആണായിട്ടാണ്. അത് അറബി ഭാഷകൾ നിങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കണം എന്ന് മനസ്സിലാവും. ഇനി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഒരു സ്വന്തമായിട്ടൊരു ഒരർത്ഥമില്ല, എന്നാൽ വേറെ ഒരു വേർഡിനോട് കൂടെ ചേരുന്ന സമയത്ത് അർത്ഥം വരുന്ന സാധനമാണ് ഫിയും അലയും. നോക്കല്ലേ നമുക്ക്. സല്ലത്തി മാഞ്ച എന്ന് പറഞ്ഞ സമയത്ത് മാങ്ങക്കൊട്ട എന്നുള്ളു. ഫി സല്ലത്തി മാഞ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊട്ടയിൽ മാങ്ങയുണ്ട്. അല ഷജറത്തി ബബാവുൻ. കണ്ടാ, ഇതിന് സ്വന്തമായിട്ട് ഇതൊരു വേർഡാണ്. ഇതിന്റെ മുകളിൽ അല വന്നപ്പോ ഇതിന് ഒരു വേർഡായി. അല ഷജറത്തി ബബഗാവുൻ മരത്തിന്റെ മുകളിൽ തത്തണ്ട്.
ഫിൽ ജൈബി കലമുൻ, എന്താണ്, പോക്കറ്റിൽ പെന്നുണ്ട്. അല താവല ബിത്തീസത്തുൻ, കണ്ട, ടേബിളിന്റെ മുകളിൽ വാട്ടർമിലുണ്ട്. ഫി സയ്യാറത്തി സവാക്കുൻ, കണ്ട, വണ്ടിയിൽ ഡ്രൈവർ ഉണ്ട്. അല റഇസി കലൻസുവത്തുൻ, തലന്റെ മുകളിൽ തൊപ്പിയുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? സ്വന്തമായിട്ട് ഒരു അർത്ഥമില്ല, എന്നാൽ ഒരു വേർഡിനോട് കൂടെ തന്നെ ചേരുമ്പോൾ ഒരർത്ഥമായി മാറി. നോക്കല്ലേ? ഫി ബൈത്തി ദർറാജത്തിൻ, വീട്ടിൽ കോഴിയുണ്ട്. ഫി ബൈത്തി, എന്റെ വീട്ടിലുണ്ട്, ദർറാജത്തിൻ, കോഴി. ഫിൽ മദ്രസത്തി അസ്തിഖാവുൻ, എന്റെ മദ്രസയിൽ സുഹൃത്തുക്കളുണ്ട്. അലാ യദി സാഅത്തുൻ, എന്റെ കയ്യുമ്മ, അലാ യദി സാഅത്ത്, എന്റെ കയ്യുമ്മ എന്തുണ്ട്, വാച്ച് ഉണ്ട്. അലാ റഅസി കലൻസുവത്തുൻ, എന്റെ തലയിൽ എന്തുണ്ട്, തൊപ്പിയുണ്ട്. ഓക്കെ, ഫീയും അലയും ചേർക്കണം. കൊട്ടയിൽ പഴം ഉണ്ട്. ഫി സല്ലത്തി മൗസൂൻ, ടേബിളിന്റെ മുകളിൽ പപ്പായ ഉണ്ട്. അല തോവലത്തി ബബായ, ഇനി കിതാബ് ബാഗിലുണ്ട് എന്നാണ്. ഫിൽ ഹക്കീബത്തി കിതാബുൻ, ഇനി മരത്തുമൽ ബബുഗാവ് ഉണ്ട് എന്നാണ്. തത്തണ്ണ അല ഷജറത്തി, അപ്പൊ ഏതാക്ഷരം ചേർക്കുക? ഓക്കെ, വെരി ഗുഡ്. മനസ്സിലായില്ല നിങ്ങൾക്ക്? സിമ്പിളായിട്ട്, നിങ്ങൾ വല്ലാതെ കൺഫ്യൂഷൻ ആവണ്ട, ഇതിങ്ങനെ വായിച്ചു പോയാൽ മതി. നിങ്ങൾ മനസ്സിലോട് ഇങ്ങനെ ചോദിക്കുക ഏതാണ് മലയാളത്തിൽ ശരി. അപ്പൊ അതിൽ അറബി വരണമെന്നുണ്ടെങ്കിൽ അലയാണോ ഉപയോഗിക്കേണ്ടത്, ഫീ ആണോ ഉപയോഗിക്കേണ്ടത് നോക്കുക. മുകളിലാണ് ഉള്ളിലാണ്? വേണ്ട, ബാഗിന്റെ ഉള്ളിലുള്ള പുസ്തകം. ഫി സുദൂരിന്നാസ്, ഹൃദയത്തിൽ, മനുഷ്യന്റെ ഹൃദയത്തിൽ. വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ, വേണ്ട, മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ മുകളിൽ ഒരു അയവുണ്ടാവാൻ പാടില്ല, അയവുണ്ടാവണം എന്നാണ്. ഇനി ഏഴാമത്തെ പാഠം ഐനൽ ഹമാമ, കണ്ട, ഇത് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടാ. എവിടെയാണ് പ്രാവ് എന്നാണ് ചോദിക്കുന്നത്. ഐനസൂമ്, എവിടെയാണ് വെളുത്തുള്ളി? അസൂമു ഫില്ലിനായി, പാത്രത്തിലാണ് വെളുത്തുള്ളി. ഐനൽ ഹമാമ, എവിടെയാണ് പ്രാവുള്ളത്? അൽ ഹമാമത്തു അലൽ ജിദാരി, മതിലിന്റെ മുകളിലാണ് ഹമാമത്ത്. ഐന ദർറാജത്തു, എവിടെയാണ് സൈക്കിൾ? അ ദർറാജത്തു ഫിഷാരിഇ, കണ്ട, ചോദിക്കുകയാണ്, അതിന് ഉത്തരം പറയാം. ഐനൽ ലിബിനു, ഇപ്പൊ നിങ്ങൾ ചോദിക്കുക എവിടെയാണ് വെള്ളം? ഐനൽ മാ, ഇനി കുട്ടി എവിടെ? ഐനൽ ലിബിനു, അൽ ലിബിനു അല ദർറാജത്തി. നിങ്ങൾ മനസ്സിലാക്കുക, ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേർഡാണ് ഐന. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് എവിടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേർഡാണ് ഐന. അതുപോലെ ചോദിച്ചു നോക്കി നോക്കാം നമുക്ക്. അൽ ലിബിനു അല ദർറാജത്തി, കുട്ടി സൈക്കിളിന്റെ മുകളിലാണ്. അപ്പൊ ചോദിക്കണം എവിടെയാണ് കുട്ടി? ഐനൽ ലിബിനു അസ്സമഖു ഫിൽ മായി, വെള്ളം, സോറി, മീന് വെള്ളത്തിലാണ്. ഇപ്പൊ എവിടെയാണ് മീന്? ഐന സമഖു, മനസ്സിലാവുണ്ടോ? ബാഗ് ടേബിളിന്റെ മുകളിലാണ്. അപ്പൊ ബാഗ് എവിടെയാണ് ചോദിക്കണം. ഐനൽ ഹക്കീബത്തു, മനസ്സിലാവുണ്ടോ? അൽ മാഉ ഫി ദൽവി, വെള്ളം ബക്കറ്റിലാണ്. അപ്പൊ വെള്ളം എവിടെയാണെന്ന് ചോദിക്കണം. ഐനൽ മാഉ, കണ്ടാ, ഇനി ഇത് ചേർക്കണം. ഐനൽ ഉമ്മു, ഐനൽ മുഅല്ലിമു, ഐനൽ കഅബത്തു, ഐനൽ സമഖു, എവിടെയാണ് ചോദിക്കണം. ഇതിന്റെ ഉത്തരാണത്. അപ്പൊ ഐനൽ ഉമ്മു, ഉമ്മ എവിടെയാണ്? അൽ ഉമ്മു ഫിൽ ബൈത്തി, ഉമ്മ വീട്ടിലാണ്. ഐനൽ മുഅല്ലിമു, ദാ അൽ മുഅല്ലിം ഫിസ് സഫി. ഐനൽ കഅബത്തു, അൽ കഅബത്തു ഫിൽ മക്ക, മക്കയിലാണ് കഅബ. ഐന സമഖു, അസ്സമഖു ഫിൽ മായി. മനസ്സിലായ മക്കൾക്ക്? ഇത് ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് ഐനൽ മാഉ എന്ന് പറയുന്ന സമയത്ത് അൽ മാഉ ഫി ദൽവി എന്ന് പറയണം. ഉദാഹരണം നോക്കട്ടെ. ഐനൽ കലമു, അൽ കലമു അലൽ കിതാബി, കിതാബിന്റെ മുകളിലാണ് കലമ്. ഉണ്ടോ? ഐനൽ ബത്തീഖത്തു, അൽ ബത്തീഖത്തു ഫിൽ, എന്തിനാണ്? കൊട്ടയില്. കൊട്ടക്ക് എന്താ പറയാ? സല്ലത്തി, ഫിസ്സല്ലത്തി, ഫിസ്സല്ലത്തി ബത്തീഖത്തുൻ.
ഐനൽ മാഞ്ച, മാങ്ങ എവിടെയാണ്? മരത്തിന്റെ മുകളിലാണ് മാങ്ങ. അൽ മാഞ്ചത്തു, അൽ മാഞ്ച അലൽ ഷജറത്തി, അൽ മാഞ്ചത്തു അല ഷജറത്തി. ഓക്കെ. ഐന ഷുറക്കാഉക്കും, നന്ദിയുള്ളവരെ എവിടെ? ശരി, ഷുറക്കാഉക്കും. ഫൈന തദ്ഹബൂന, നിങ്ങൾ എവിടെയാണ് പോകുന്നത്? ഓക്കെ, എവിടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഐന ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് വരികയാണ്. അള്ളാഹു റബ്ബി, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, യാ എന്റേത് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കും. ആദാ ഉസ്താദ്, ഇതെന്റെ ഉസ്താദാണ്. ആദാ അഹി, ഇതെന്റെ സഹോദരനാണ്. ആദാ ഉഖ്തി, ഇതെന്റെ സഹോദരിയാണ്. ദാലിക കിതാബി, ഇതെന്റെ പുസ്തകമാണ്. തിൽക ഹക്കീബത്തി, ഇതെന്റെ ബാഗാണ്. അള്ളാഹു റബ്ബി, ഇതെന്റെ റബ്ബാണ്. മുഹമ്മദുൻ നബി, ഇതെന്റെ മുഹമ്മദ് നബിയാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? സിമ്പിളാണ്, സിമ്പിളാണ്. യാ വരുന്ന സമയത്ത് ഇത് എൻ്റെതാണ് എന്നുള്ളൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ. മാ ഹാദ, ഇതെന്താണ്? മാ ഹാദ ചോദിക്കണം. ഹാദാ കിതാബി, ഇതാണ് ഉത്തരം. മൻ ഹാദ, മൻ ഹാദ, നീ ആരാണ്? മൻ ഹാദ, ഇതാരാണ്? ഹാദാ അഹീ, ഇതെന്റെ സഹോദരനാണ്. മാ ഹാദിഹി ചോദിക്കുകയാണ്, ഇതെന്താണ്? ആദാ മാ ഹാദിഹി, ഇതെന്താന്ന് വെച്ചാൽ ഹാദിഹി അഖീബത്തുൻ, എൻ്റെ ടേബിളാണ്. പിന്നെ ഇതാരാന്ന് ചോദിക്കും. മൻ ഹാദിഹി, ഹാദിഹി ഉഖ്തി, ഇതെന്റെ സഹോദരിയാണ്. ചോദിക്കണം. ഹാദാ കലമി, ഹാദാ കലമി. അപ്പൊ ചോദിക്കണം മാ ഹാദ, ഇതെന്റെ ഉമ്മയാണ്. മാ ഹാദിഹി, മൻ ഹാദിഹി, മൻ ഹാദിഹി എന്ന് ചോദിച്ചോളൂ. മൻ ഹാദിഹി, ഇത് എൻ്റെ ഉമ്മയാണ്. റാലിക്ക മിർസമിയുൻ, ഇത് ചിത്രമാണ് അല്ലെ, എഴുതുന്ന ചിത്രമാണ് മിർസമിയിൽ. മാ ഹാദിഹി, അല്ല മാ ഹാദ, സോറി, റാലിക്ക വന്നു കഴിഞ്ഞാൽ മാ ഹാദ. ഓക്കെ. ഹാദ അഹി, തന്റെ സഹോദരൻ. മൻ ഹാദ, ഇതാരാണ് ചോദിക്കണം. ഹാദ അഹി. നമുക്കൊന്ന് വായിച്ചാലോ. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖുർആനിൽ വായിക്കുക. ഇന്ന സ്വലാത്തി, എന്റെ നിസ്കാരവും, സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി, എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ. കണ്ടില്ലേ, എന്റേത് 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 എന്ന് പറയണം. റബ്ബി എന്നുള്ളത് നിങ്ങൾ എഴുതി പഠിക്കണം. ഇന്ത്യ കലമുൻ വാഹി, ഞാൻ എണ്ണം പഠിക്കാൻ പോയിട്ടാ. വാഹിദുൻ ഒന്ന്, ഇസ്നാനി സലാസത്തുൻ, അർബഅത്തുൻ നാല്, അഞ്ചിനെന്താ പറയുക ഹംസത്തുൻ, ആറിനെന്താ പറയുക സിത്തത്തുൻ, ഏഴിന് സബഅത്തുൻ, എട്ടിന് സമാനിയത്തുൻ, 9 തിസ്അത്തുൻ, 10 അശറത്തുൻ. നമുക്ക് വാഹിദുൻ ഇസ്നാനി സലാസത്തുൻ അർബഅത്തുൻ ഖംസത്തുൻ സിത്ത സബഅത്തുൻ സമാനിയത്തുൻ തിസ്അ അശറ. ഈ 10 1 മുതൽ 10 വരെ. ഓക്കെ. നസിലു സബഅത്തുൻ, സബഅത്ത് നമുക്കൊന്ന് ചേരുമ്പടി ചേർക്കാം. സബഅത്ത് ഇതാ 2 4 6 7. എവിടെ സബഅത്തിന്? എവിടെ? 2 4 6. ഇതാണ് സബഅത്തിന്. ഓക്കെ. ഖംസത്തിന് എവിടെ? ഈ പഴം. വാഹിദ് ദൽവ്. തിസ്അത്ത് ഈ പെൻസില്. നമുക്ക് എണ്ണിയാലോ. ഇത് എത്ര ഉണ്ട്? എത്ര മാങ്ങണ്ട്? ഖംസത്തുൻ. ഇത് എത്ര എണ്ണാനുണ്ട്? 3 എണ്ണം ഉണ്ട്. 3 എണ്ണം അങ്ങനെ എഴുതുക. ഓക്കെ. നമുക്ക് ചേരുമ്പടി ചേർക്കണം. 2 ഇസ്നാനി എന്നാ കൊടുത്തിരിക്കണം. ഇസ്നാനി 2 ആണ്. 2 എവിടെയാണ്? ഇതാ 2. തിസ്അത്തിന് 9 ആണ്. ഇതാണ് 9. സലാസത്ത് 3 ആണ്. ഇതാണ്. അശറത്ത് 10 ആണ്. ഇതാണ്. അർബഅത്ത് 4 ആണ്. ഇതാണ്. വാഹിദൻ, ഇതാണ് വാഹിദ്. ഓക്കെ.
ഇനി നമുക്ക് ഖുർആൻ നോക്കി ഇലാഹുക്കും ഇലാഹും വാഹിദ് കണ്ടാ സബ്അതു അബ്വാബിൻ 7 തിൽക അശറത്തുൻ കാമിലത്തുൻ 10 എന്നാണ് കണ്ടാ വാഹിദ് വാഹിദ് ഇസ്മി ജാസിമുൻ ഓക്കെ ഇനി 10ാമത്തെ പാഠം എന്താ വെച്ചാല് ഒരു വ്യക്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യമാണ് കേട്ടാ ഇസ്മി ജാസിമുൻ എൻ്റെ പേര് ജാസിമി എന്നാണ് കണ്ടാ ഇസ്മി എൻ്റെ പേര് അനദാരിസു ഞാൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി സൊഫിസായി 2ാം ക്ലാസ്സിൽ ഹാദാ കലമി ഇതെന്റെ പെന്നാണ് ആദിഹി ഹക്കീബത്ത് ഇതെന്റെ ബാഗാണ് ഓക്കെ ഫിൽ ഹക്കീബത്ത് കിതാബുൻ എൻ്റെ ബാഗിൽ പുസ്തകമുണ്ട് തിൽക്ക ഷജറത്തുൻ ഇതൊരു മരമാണ് അല ഷജറത്തി ഉറാബുൻ മരത്തിന്റെ മുകളിൽ എന്തുണ്ട് കാക്കയുണ്ട് ദാലിക ബൈത്തി അതെന്റെ വീടാണ് ഫി ബൈത്തി അഹീ ബഹുത്തി എൻ്റെ സഹോദരനും സഹോദരിയും അവിടെ ഉണ്ട് കണ്ടാ സ്വന്തത്തെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഓക്കെ നോക്കാം നമുക്ക് അയ്യാനൊക്കെ ഇസ്മി ഇവിടെ പറഞ്ഞു ഇസ്മി നേരത്തെ പറഞ്ഞു ഇസ്മി ജാസിമുൻ നിങ്ങളെ പേര് വേണമെങ്കിൽ ഇസ്മി അനീസ് മുഹമ്മദ് ഫി ഹക്കീബത്തി നിങ്ങളെ എന്താണുള്ള കിതാബുൻ ഫിൽ ഹക്കീബത്ത് കിതാബുൻ ഡാഷ് ദാരിസുൻ ഫി സൊഫി സാനി ഓക്കെ അന ദാരിസുൻ ഫി സൊഫി സാനി ഹാദാ അഹി വഹാദിഹി ഉഖ്തി കണ്ടാ എൻ്റെ സഹോദരനും ഉണ്ട് ഇതെന്റെ സഹോദരനാണ് ഇതെന്റെ സഹോദരി ഹാദിഹി ചേർക്കണം ട്ടാ പെണ്ണാണ് നസ് അലു വനുജീബു ചോദിക്കണം മൻ അൻത നീ ആരാണ് അന അനീസുൻ അല്ലെങ്കിൽ നിങ്ങളെ പേര് അൽ കിതാബു ഫിൽ ഹക്കീബത്തി എന്നാണ് പുസ്തകം ബാഗിലുണ്ട് അപ്പൊ ചോദ്യം എന്താണ് ഐനൽ കിതാബു ചോദിച്ചൂടെ ഐനൽ അബു വൽ ഉമ്മു നമ്മൾ ഉപ്പനെ ഉമ്മനെയും ചോദിക്കണം ഉപ്പ ഉമ്മ എവിടെയാണ് എൻ്റെ ഉപ്പയും ഉമ്മയും എവിടെയാണ് ഫിൽ ബൈത്തി വീട്ടിലുണ്ട് എന്ന് പറയാം ഉമ്മി വ അബി ഇലൽ ഫിൽ ബൈത്തി ഇപ്പൊ ഉമ്മ വീട്ടിലുണ്ട് ഇനി അൽ ഉറാബു ഫി ഷജറത്തി മരത്തിന്റെ മുകളിലാണ് കാക്കയുള്ളത് അപ്പൊ കാക്ക എവിടെയാണെന്ന് നമ്മൾ ചോദിക്കുന്നത് അല്ലേ ഐനൽ ഖുറാബ് ഇനി നമ്മള് എണ്ണങ്ങൾ എഴുതണം ഹംസത്ത് എന്ന് 5 ഇവിടെ സമാനിയത്ത് സമാനിയ 8 സബഅത്ത് 7 സിത്തത്ത് 6 ഓക്കെ മുഫ്രദ് ദറസന കമാ ഫിൽ മിസാൽ ഓക്കെ നമ്മളിത് മുന്നത്തെ പാഠം ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ എഴുതണം കേട്ടോ അന ദാരിസുൻ അന ഉസ്താദുൻ ഞാൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹാദാ ദാരിസുൻ ഹാദാ ദാരിസുൻ ഹാദാ ഉസ്താദുൻ ഹാദിഹി ദാരിസത്തുൻ ഹാദിഹി ഉസ്താദത്തുൻ അൻത ദാരിസുൻ അൻത ദാരിസത്ത് അൻത ഉസ്താദുൻ അൻതി ദാരിസത്തുൻ അൻതി ഉസ്താദത്തുൻ മാ ഹാദ ഇതെന്താണ് മാ ഹാദ മൻ ഹാദ മൻ ഹാദ ദാലിക ദാരിസുൻ ദാലിക ദാരിസുൻ ഇല്ല ദാലിക ഒരു അക്ഷരത്തെ കുറിച്ച് ദാലിക ഷായുൻ അല്ലെങ്കിൽ ദാലിക മിഫ്താഹുൻ തിൽക ദറാജത്തുൻ അൽ ജവാലു അലൽ താവിലത്തി അൽ ഖലമു ഫിൽ ജൈബി ഐന തുഫ ഐനൽ ഖലൻസുവ
ഇസ്മീ എടാ യാ വെച്ചിട്ട് എന്താ വേർഡ് ഇസ്മീ. ഇങ്ങനെ പലതും പറയാം. ഓക്കെ, ഇത് പാഠഭാഗത്തിൽ വരുന്ന ചോദ്യോത്തരാണ്. ഇത് നിങ്ങൾ കണ്ടെത്തണം. കണ്ടെത്തുവോ? കണ്ടെത്തണം. ഇത് സിമ്പിളാണ്. സിമ്പിളാണ്. ചോദ്യോത്തരത്തിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, ഇതിൽ ഏതാണ് യോജിച്ചതെന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെന്താണ്? ഓറഞ്ചാണ്. അതിനെന്താ പറയാ? ബുർത്തുക്കാല്. ഇതെന്താ? കോഴിയാണ്. ദജാജ. ഇതെന്താ? പ്രാവാണ്. അതിനെന്താ പറയാ? ഹമാമത്തുൻ. ഇതെന്താ? പഴമാണ്. അതിനെന്താ പറയാ? മൗസുൻ. ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തു. അൻതി എന്ന് കൊടുത്തിട്ടുണ്ട്, അല എന്ന് കൊടുത്തിട്ടുണ്ട്, തിൽക്ക എന്ന് കൊടുത്തിട്ടുണ്ട്, ഹാദിഹി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് വിട്ട ഭാഗത്ത് കമ്മിലിൽ ഫറാഗ്, വിട്ട ഭാഗം പൂരിപ്പിക്കണം. നോക്കി, മരത്തിന്റെ മുകളിലുള്ള തത്താന്ന് പറയാം. അഷജറത്തിൽ ബബഹാവ്. അല എന്നാണ് വേണ്ടി. അല ഷജറത്തി ബബഹാവ്. പശു എന്നാണ് ബക്കറത്തു. അത് പശുവാണ്. തിൽക്ക, അത് പെണ്ണായതുകൊണ്ട് തിൽക്ക. അടുത്തത് നീ ഒരു പെൺകുട്ടിയാണ്. നീ അൻതി കണ്ടാ. അത് ഒരു ബാഗാണ്. അത് എൻ്റെ ബാഗാണ്. ഹാദിഹി ഹക്കീബത്തി. നീ ഇതിന്റെ പേരുകൾ എഴുതണം. ഇത് ഏതൊക്കെയാണ്? എന്താണ്? സൈക്കിളിന് എന്താ പറയുക? ദർറാജത്ത്. പൂവിന് എന്താ പറയാ? സഹറത്ത്. ബാഗിന് ഹക്കീബത്ത്, ബിത്തീഖത്ത്. അല്ലേ? പിന്നെ ചോദ്യത്തിന് ഉത്തരം എഴുതണം. മാ ഹാദ എന്ന് ചോദിച്ചുള്ളത്. ഇതെന്താ? ആദാ കിതാബുൻ. നീ ആരാണ്? മൻ, ഇതാരാണ്? ഹാദിഹി ഉഖ്തി. എവിടെയാണ് മകൻ? ഐനൽ ഇബ്നു. അൽ ഇബ്നു എവിടെയാണ്? ഫിഷാരിയായി, റോട്ടിലാണ്. അല്ലെങ്കിൽ അൽ ഇബ്നു അല ദറാജത്തി. ദറാജ അഥവാ സൈക്കിളിന്റെ മുകളിലാണ്. ഇനി നമ്മൾ എണ്ണങ്ങളെ ചേർക്കണം. 7 എവിടെ? ഇതാണ് 7. 3 എവിടെ? ഇതാണ് 3. 2 എവിടെ? പഴമാണ് 2. 8 എവിടെ? ഇത് 8. ഓക്കെ, ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ചോദ്യം ഉണ്ടാക്കണം. ഇവിടെ നമ്മൾ എത്ര ഉത്തരമല്ല കണ്ടെത്തി. ആദിഹി ഹിറത്തുൻ. മാ ഹാദിഹി എന്നാ ചോദിക്കണ്ടേ. മാ ഹാദിഹി. ദാലിക ദീക്കുൻ. മാ ദാലിക, അതെന്താണ്? അൽ കലം ഫിൽ ജൈബിന. അപ്പൊ പെണ്ണെവിടെയാണ്? ഐനൽ കലം, പെണ്ണെവിടെയാണ്? അൽ കലൻസുവത്ത് വല റസി. തൊപ്പി തലന്റെ മുകളിലാണ്. അപ്പോൾ എവിടെയാണ് തൊപ്പി എന്നല്ലേ ചോദിക്കേണ്ടത്. ഐനൽ കലൻസുവത്തു. ഓക്കെ, ഇനി നിങ്ങൾ സ്വയം ഇതിനെ ഒന്ന് അറബീകരിക്കണം. ഇസ്മി, എൻ്റെ പേര്. ഇസ്മി അനീസ് മുഹമ്മദ്. നിങ്ങളെ പേര് എഴുതിക്കോളി. അദുറുസുഫി, ഞാൻ പഠിക്കുന്നത്. കണ്ട, ഫിൽ മദ്രസത്തി. അദുറുസു ഫിൽ മദ്രസത്തി, ഞാൻ മദ്രസയിൽ പഠിക്കുന്നു. ഫി ബൈത്തി, എൻ്റെ വീട്ടിൽ. എന്തുണ്ട്? എഴുതിക്കോളി നിങ്ങൾ. ഫി ബൈത്തി, ഉമ്മയും ഉപ്പ. ഫി ബൈത്തി അബ്ബുൻ വ ഉമ്മുൻ. ആദിഹി, ഇത്. ആദിഹി, അത്. സോറി, ആദി, ഇത്. ആദിഹി ജവ്വാലുൻ, ഇതൊരു മൊബൈൽ ഫോണാണ്. ഇങ്ങനെ പറയും. മനസ്സിലായോ നിങ്ങൾക്ക്? ഇതാണ് ഈ പാഠത്തിൽ മൊത്തത്തിൽ പറയുന്നത്. അതിൻ്റെ ചോദ്യം ഉണ്ടാക്കിയതാണ്. ഇതുപോലെ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഉത്തരം പറയാൻ റെഡി ആവണം. റെഡിയാണോ? ഇത് റിവിഷൻ ചെയ്യുക. നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുക, വീണ്ടും കേൾക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് മാറും. റെഡിയാണോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.